ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LKG ക്ലാസ്സിലെ കുട്ടികൾ CBSE കുട്ടികളുടെ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ വരുള്ളൂ. എന്ന് വെച്ചാൽ ഇതിൻ്റെ പല പല മോഡൽസാണ് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി. കുട്ടികൾ ക്ലാസ്സിൽ ഫസ്റ്റ് എത്തിയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ആണ്. അതായത് ഇത് ഏതൊക്കെ ഷേപ്സ് ആണെന്ന് കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. ഫസ്റ്റ് വൺ ട്രയാങ്കിൾ, നെക്സ്റ്റ് സ്ക്വയർ, സർക്കിൾ, റെക്റ്റാങ്കിൾ, അതുപോലെ സ്റ്റാർ ഷേപ്പ് ഉണ്ട്. അതൊക്കെ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ടീച്ചറോട് പറഞ്ഞു കൊടുക്കണം. അടുത്തതെന്ന് പറയുന്നത് കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയിട്ട് എഴുതണം. 1 2 1 2 3 4 അത് കുട്ടികൾ കൗണ്ട് ചെയ്തിട്ട് അതിൽ എഴുതണം. അതുപോലെ അടുത്തതും കൗണ്ട് ചെയ്ത് അങ്ങനെ എഴുതണം. 1 2 3 4 5 6 7 അങ്ങനെ കുട്ടികൾ കൗണ്ട് ചെയ്തത് എഴുതണം. അടുത്തതെന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കളേഴ്സ്. ഇത് ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ. ചിലപ്പോൾ വേറെ കളേഴ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. കുട്ടികളെ ചിലപ്പോൾ ഒരു 4 കളേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ കളേഴ്സ് ഏതാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാം. അവരത് ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. അടുത്തത് മാച്ച് ദ കറക്റ്റ് നമ്പർ. ഇത് എണ്ണി നോക്കിയിട്ട് കറക്റ്റ് നമ്പറിലോട്ട് മാച്ച് ചെയ്യണം. 1 2 3 4 അങ്ങനെ മാച്ച് ചെയ്യണം. 1 2 3 മാച്ച്, 1 2 മാച്ച്. ഓക്കെ, ഇങ്ങനെ മാച്ച് ചെയ്ത് എണ്ണിയിട്ട് അവരത് കറക്റ്റ് നമ്പറിലോട്ട് മാച്ച് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 1 to 10. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഓണം എക്സാമിന് 10 വരെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക എഴുതാൻ. അപ്പോൾ അത് അവർ 1 2 3 4 5 6 7 8 9 10 വരെ എഴുതണം. അത് അവർക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലാണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഏതൊക്കെ നമ്പറാണ് മിസ്സായിട്ടുള്ളതെന്ന് അവർ കണ്ടുപിടിച്ച് എഴുതണം. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 6 അങ്ങനെ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെ അവർ കണ്ടുപിടിച്ച് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് 1. ഇതിൽ ഏറ്റവും വലുതായിട്ടുള്ളത് സർക്കിൾ ചെയ്യുക. ഇതാണല്ലേ ഏറ്റവും വലുത്, അത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചിലപ്പോൾ ഏറ്റവും ചെറുതാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും ചെറുത് സർക്കിൾ ചെയ്ത് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കളർ ദ സെയിം നമ്പർ. സെയിം നമ്പർ കളർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൽ 3 ആണ് നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 2 3 ഈ 3 എണ്ണത്തിന് മാത്രം കളർ കൊടുക്കുക. ഇതിൽ 3 എണ്ണിയിട്ട് ആ 3 മാത്രം കളർ ചെയ്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ ആൻസർ. ഇപ്പോൾ 2 ആണ് കൊടുത്തേക്കുന്നത്. 1 2 2 മാത്രം കളർ ചെയ്ത് കൊടുക്കുക. അടുത്തത് 1 മാത്രം കളർ ചെയ്ത് കൊടുക്കുക. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ ഓട് 1 ആയിട്ടുള്ളതിന് കളർ ചെയ്ത് കൊടുക്കുക. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ ഏതാണെന്ന്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് കളർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തേയിൽ സർക്കിളാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അതിന് കളർ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് തേയിൽ സ്റ്റാർ ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അത് കളർ ചെയ്ത് കൊടുക്കാം. അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് സെയിം ഷേപ്സ് തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ സർക്കിളിനോട് മാച്ച് ചെയ്ത് കൊടുക്കുക, സ്റ്റാറിനോട് മാച്ച് ചെയ്ത് കൊടുക്കുക, സർക്കിളിനോട്, സ്ക്വയറിനോട് അങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഷേപ്സും ഉണ്ട്, അവർ പഠിക്കേണ്ട എല്ലാ ഷേപ്സും റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ അടുത്തതിൽ റെക്റ്റാങ്കിൾ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ലാസ്റ്റ് 1 എന്ന് പറയുന്നത് കൗണ്ട് ആൻഡ് റൈറ്റ്. അത് എണ്ണിയിട്ട് അതിൻ്റെ ആൻസർ എഴുതാം. 1 2 3 4 5 6 7 എഴുതാം. 1 2 3 4 5 എഴുതാം. 1 2 3 എഴുതാം. 1 2 3 4 എഴുതാം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അവർ ചോദിക്കത്തുള്ളൂ. ഒന്നല്ലെങ്കിൽ 1 to 10 വരെ എഴുതാൻ, അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാൻ, അല്ലെങ്കിൽ ഇതുപോലെ മാച്ച് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ള പേപ്പർ മാത്സിൻ്റെ പേപ്പർ ആയിരിക്കും കേട്ടോ. LKG പിള്ളേർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. കാരണം 1 to 10 വരെ അവർ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിനും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഐഡൻറ്റിഫൈ ദ കളേഴ്സ്, ഐഡൻറ്റിഫൈ ദ ഷേപ്സ്, അത് മാത്രം അവർ പഠിച്ചാൽ മതി. ബാക്കിയുള്ളതിലെന്ന് പറയുമ്പോൾ ഇതിനെ അപേക്ഷിച്ച് കുറച്ച് പാടായിരിക്കും. മാത്സ് എന്ന് പറയുന്നത് ഫുള്ളിൽ ഇപ്പം 10 ആണെങ്കിൽ 10 out of 10 വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 1 to 10 വരെ പഠിപ്പിച്ച ശേഷം അത് ബേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ തന്നേക്കുന്ന മോഡലിൽ അത് എണ്ണിയിട്ട് എഴുതാനും അതുപോലെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കുറേ ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരത് പഠിച്ചോളും. ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് വളരെയധികം ഈസി ആയിരിക്കും. ക്ലാസ്സിൽ ഫസ്റ്റ് ആവാനും അത് മതി. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ നിങ്ങളിത് മാത്രം പഠിപ്പിച്ചാൽ മതി. ഓക്കെ, നാളെ
നാളെ ഞാൻ ഇടാനായിട്ട് പോണത് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മലയാളത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, അതായത് എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.